ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഊട്ടിയിലേക്ക് ഒരു ട്രിപ്പ് പോയിരുന്നത്. അപ്പോൾ ആ ട്രിപ്പിൻ്റെ കുറച്ച് വീഡിയോസ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ ഊട്ടിയിൽ പോയി അന്ന് രാവിലെ തന്നെ നമ്മൾ ട്രെയിനിലാണ് കയറിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഊട്ടിയിൽ പോകുന്ന കൂടുതൽ ആളുകളുടെ ആഗ്രഹം എന്ന് പറയുന്നത് തന്നെ ഈ ട്രെയിനിൽ കയറുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള ഒരു ട്രെയിൻ എക്സ്പീരിയൻസ് അല്ല നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഈ ട്രെയിൻ വളരെ പതിയാണ് പോകുന്നത്. നമുക്ക് എല്ലാ കാഴ്ചകളും കണ്ട് വളരെ കൂളായിട്ട് ഇതിലിരുന്ന് നമുക്ക് യാത്ര ചെയ്യാവുന്നതാണ്. നമുക്ക് ആവശ്യത്തിന് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് കാഴ്ചകളെല്ലാം നല്ല സൂപ്പറായിട്ട് വളരെ പതിയെ പോകുന്നതുകൊണ്ട് തന്നെ നമുക്കിതെല്ലാം സാധ്യമാകുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഊട്ടിയിൽ പോകാൻ താല്പര്യമുണ്ടെങ്കിലും ട്രെയിനിൽ കയറാൻ താല്പര്യമുണ്ടെങ്കിലും നമ്മൾ നേരത്തെ തന്നെ ഇതിൻ്റെ ടിക്കറ്റ് എല്ലാം നോക്കി വെക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ആ ടൈമിൽ നോക്കിയാൽ നമുക്ക് കൂടുതലും ടിക്കറ്റ് ലഭിക്കാതെ വരുന്നുണ്ട്. അപ്പം നമുക്കും അതുപോലെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ രാവിലെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ പറഞ്ഞിരുന്നത് പിറ്റേന്ന് രാവിലെ വന്നാൽ ടിക്കറ്റ് ചിലപ്പോൾ കിട്ടുമെന്നാണ്. അത് ഉറപ്പായിട്ടുമല്ല, 50-50 ചാൻസാണ് അതിനുണ്ടായിരുന്നത്. എന്നാലും നമ്മൾ വെളുപ്പിനെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് നമ്മൾ ടിക്കറ്റ് ക്യൂ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഊട്ടിയിലെത്തി. ഇത് വേറൊരു സ്ഥലമാണ് ഊട്ടിയിലെ. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു നേരത്തേക്ക് ഇതിൽ കൂടി അപ്പുറത്തേക്കൊക്കെ യാത്ര ചെയ്യാമായിരുന്നെന്ന് തോന്നുന്നു. അത് ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ട് ഇതിന് നടുവിലൂടെ. അപ്പോൾ ഇപ്പം അവിടോട്ടൊന്നും ഇറങ്ങാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. നമ്മൾ നോട്ട്ബുക്കിൻ്റെയൊക്കെ ഫ്രണ്ട് പേജിൽ കണ്ടിട്ടുള്ള ആ ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ രണ്ട് സൈഡിലും ഇങ്ങനെ പൈൻ മരങ്ങളാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. വളരെ തണുപ്പുള്ള ഒരു കാലാവസ്ഥയൊന്നും അല്ലായിരുന്നു നമ്മൾ പോയപ്പോൾ. എന്നാൽ പകൽ നല്ല വെയിലും രാത്രിയിലാകുമ്പോൾ ഭയങ്കര തണുപ്പും, അങ്ങനെ ഒരു കാലാവസ്ഥയായിരുന്നു ഇത്. എന്തായാലും ഒരു അടിപൊളി യാത്രയായിരുന്നു. അപ്പോൾ നമ്മൾ കൂടുതലും യാത്ര ചെയ്തിരുന്നത്, ഊട്ടിയിലേക്ക് പോകാൻ വേണ്ടി കൂടുതലും യാത്ര ചെയ്തിരുന്നത് കാട്ടിൽ കൂടിയായിരുന്നു. നമ്മൾ മസനഗുഡി, ഗുണ്ടൽപേട്ട അങ്ങനെ അതുവഴിയൊക്കെയാണ് പോയത്. അപ്പം നമുക്ക് ഒരുപാട് മൃഗങ്ങളെ പക്ഷികളെയൊക്കെ കാണാൻ കഴിഞ്ഞു. അതിലൊന്നാണ് ഈ മയിൽ. പിന്നെ നമ്മൾ മാൻകൂട്ടത്തെ കണ്ടു. പിന്നെ ഇതുവഴി ആളുകളൊക്കെ എനിക്ക് തോന്നുന്നു ഈ കാടിനകത്ത് തന്നെ താമസിക്കുന്ന ആളുകളാണ്. അവരെല്ലാം ഓരോ വർക്കിന് വേണ്ടിയിട്ട് പോകുന്നത് ഗ്രൂപ്പായിട്ടാണ്, ഈ വിറക് വെട്ടാനും അങ്ങനെയൊക്കെ പോകുന്നത്. അപ്പം നമ്മൾ അവരെയൊക്കെ കണ്ടിരുന്നേ. പിന്നെ നമ്മൾ ആനേനെ കണ്ടു, അതുപോലെ തന്നെ കാട്ടുപോത്ത്, മാന്, ഇതിനെല്ലാം കണ്ടിരുന്നേ. അപ്പം നമുക്ക് ഇവിടെ ഒന്നും അധികം വണ്ടി നിർത്താനൊന്നും പറ്റത്തില്ല. ഇവിടെയൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ ഫൈൻ അടിക്കുന്നൊക്കെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ പോകുന്ന വഴി തന്നെ കണ്ട ഒരു മരമാണ്. ഇത് നിറച്ച് കായാണ്. നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. എന്താണെന്നൊന്നും അറിയില്ല. നമ്മൾ കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് വീഡിയോ എടുത്തതാണ്. അപ്പം നമ്മളിവിടെ പൈൻ ഫോറസ്റ്റിൽ കയറിയിരുന്നു. ഇവിടെ കുതിരസവാരിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇവിടെ കയറാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് 20 രൂപ, 40 അങ്ങനെ എന്തോ ഒരു റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെയൊക്കെ കയറി കുട്ടികളെ കുതിരസവാരിയിലൊക്കെ കയറ്റിയിട്ടുണ്ട്. ഒരാൾക്ക് 200 രൂപ റേഞ്ചിലാണ് വരുന്നത്. അപ്പം ഒരു അടിപൊളി യാത്ര തന്നെയായിരുന്നു ഇത്. അപ്പം ഞാൻ നിങ്ങളുമായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്തെന്ന് മാത്രം. താങ്ക് യു ഫോർ വാച്ചിങ്.